നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് റോമൻ റെയിൻസും ബ്രോക്ക് ലെസ്നറും പിന്നെ റോണ്ട റോസിയും സ്മാക്ക് ഡൗണിലോട്ട് പോകുകയാണെന്ന് പറയുന്ന ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ഒരു ന്യൂസ് ശരിയാണോ, റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നതാണ്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോയുടെ കിടക്കുമ്പോൾ നിങ്ങൾ വരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്ക് കൂടി എന്നെ വിളിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ അങ്ങ് പോയേക്കാം. Gotta know that nothing lasts forever. ഇങ്ങനൊരു ന്യൂസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റോയും സ്മാക്ക് ഡൗണും ടെലിവിഷൻ ചെയ്യുന്നത് USA നെറ്റ്വർക്കാണ്. കുറച്ച് നാൾ മുമ്പേ സ്മാക്ക് ഡൗണിനെ ഫോക്സ് നെറ്റ്വർക്ക് നല്ലൊരു തുക കൊടുത്ത് മേടിച്ചായിരുന്നു. അപ്പം ഒക്ടോബർ തൊട്ട് സ്മാക്ക് ഡൗണ് ഫോക്സ് നെറ്റ്വർക്കിലാണ് USA കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഫോക്സ് നെറ്റ്വർക്ക് സ്മാക്ക് ഡൗണെ മേടിച്ച സമയത്ത് ഫോക്സ് നെറ്റ്വർക്ക് കുറച്ച് കണ്ടീഷൻ WWE എടുത്ത് പറഞ്ഞുതരും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അവർ പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, സ്മാക്ക് ഡൗണിൻ്റെ ലെന്ത് കൂട്ടണമെന്ന് പറഞ്ഞു. 2.5 മണിക്കൂറോ അതോ 3 മണിക്കൂറോ ആക്കിയെടുക്കണം സ്മാക്ക് ഡൗൺ എന്ന് പറഞ്ഞു. അതാണ് ഫോക്സ് നെറ്റ്വർക്ക് ഒന്നാമതായിട്ട് പറഞ്ഞ കണ്ടീഷൻ എടുത്ത് WWE എടുത്ത്. രണ്ടാമതായിട്ട് ഫോക്സ് നെറ്റ്വർക്ക് പറഞ്ഞ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, സ്മാക്ക് ഡൗൺ ലൈവ് ഇനിയും തൊട്ട് ഫ്രൈഡേ നടത്തിയാൽ മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫ്രൈഡേ USA നടക്കുവാണെങ്കിൽ നമുക്കത് സാറ്റർഡേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഫ്രൈഡേ നടത്തിയാൽ മതി എന്നാണ് ഫോക്സ് നെറ്റ്വർക്ക് രണ്ടാമതായിട്ട് WWE എടുത്ത് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. ഫോക്സ് നെറ്റ്വർക്ക് മൂന്നാമതായിട്ട് പറഞ്ഞ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, റോ ബ്രാൻഡിലിരിക്കുന്ന കുറച്ച് സൂപ്പർ സ്റ്റാർസിനെ സ്മാക്ക് ഡൗൺ ലൈവിലോട്ട് വേണമെന്ന് അവർ പറഞ്ഞിരുന്നു. എന്തിനാ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, റോയെ അപേക്ഷിച്ച് സ്മാക്ക് ഡൗൺ നോക്കുവാണെങ്കിൽ സ്മാക്ക് ഡൗണിന് വ്യൂവർഷിപ്പായിട്ട് അതേപോലെ റേറ്റിംഗ് വളരെ കുറവാണ്. അതുകൊണ്ട് റോയിൽ നിൽക്കുന്ന നല്ല സൂപ്പർ സ്റ്റാർസിനെ സ്മാക്ക് ഡൗണിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ സ്മാക്ക് ഡൗണിലും അതേപോലെ റേറ്റിംഗും വ്യൂവർഷിപ്പൊക്കെ തന്നെ കൂട്ടാൻ വേണ്ടി തന്നെയാണ്. ഫോക്സ് നെറ്റ്വർക്ക് റോയിലെ 3 സൂപ്പർ സ്റ്റാർസിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ, റോമൻ റെയിൻസും ബ്രോക്ക് ലെസ്നറും ആൻഡ് റോണ്ട റോസി. ഈ 3 സൂപ്പർ സ്റ്റാർസിനെയാണ് ഫോക്സ് നെറ്റ്വർക്ക് സ്മാക്ക് ഡൗണിലോട്ട് വേണമെന്ന് പറഞ്ഞ് WWE എടുത്ത് ചോദിച്ചത്. റോമൻ റെയിൻസിനെ നോക്കുവാണെങ്കിൽ റോമൻ റെയിൻസിനെ വിങ്സ് മിക്മാൻ അങ്ങനെയൊന്നും സ്മാക്ക് ഡൗണിലോട്ട് വിടത്തില്ല. അതിന് വളരെ ചാൻസ് കുറവാണ്. പിന്നെ റോണ്ട റോസി നോക്കുവാണെങ്കിൽ റോണ്ട റോസി റെസിൽമേനിയ കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. 4-6 മാസത്തേക്കിന് വേണ്ടി ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട് റോണ്ട റോസി. ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് സ്മാക്ക് ഡൗണിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാണ് ഒരു ന്യൂസ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ബ്രോക്ക് ലെസ്നറിനെ സ്മാക്ക് ഡൗണിലോട്ട് വിടാൻ വേണ്ടി വിങ്സ് മിക്മാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ റോമൻ റെയിൻസ് സ്മാക്ക് ഡൗണിലോട്ടൊന്നും പോകത്തില്ല. റോണ്ട റോസി റെസിൽമേനിയ കഴിഞ്ഞിട്ട് ബ്രേക്ക് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ സ്മാക്ക് ഡൗണിലോട്ട് പോകാനാണ് ചാൻസ് ഉള്ളത്. പിന്നെ ബ്രോക്ക് ലെസ്നർ ഇപ്പം വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ബ്രോക്ക് ലെസ്നർ സ്മാക്ക് ഡൗണിലോട്ട് പോകുകയാണെന്ന് പറഞ്ഞാണ് ന്യൂസ് വരുന്നത്. അപ്പോൾ വിങ്സ് മിക്മാൻ ബ്രോക്ക് ലെസ്നറിനെ സ്മാക്ക് ഡൗണിലോട്ട് ഇടാൻ വേണ്ടി അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതേപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം, റോമൻ റെയിൻസും ബ്രോക്ക് ലെസ്നറും റോണ്ട റോസിയും സ്മാക്ക് ഡൗണിലോട്ട് പോകണോ വേണ്ട, നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ തട കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്താണ് ആ ബെല്ലൈ കൂടി എന്നെ വിളിക്കുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ.